ചരിത്രം കുറിച്ച് ആർട്ടിമിസ് 2 10 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി ദൗത്യസംഘം മടങ്ങിയെത്തിയിരിക്കുന്നു. പുലർച്ചെ 5:37 സാന്റിയാഗോ തീരത്തോട് ചേർന്ന ശാന്തസമുദ്രത്തിൽ ഓറിയോൺ പേടകം പതിച്ച് വിജയകരമായി സ്മാഷ് ഡൗൺ പൂർത്തിയാക്കി. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. Who will be last out of the vehicle reported that all the crew members were feeling very well. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് മായ ചേരുകയാണ്. മായ, 54 വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രോപരിതലത്തിൽ പോയി ഒരു ദൗത്യസംഘം തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്താണ് വളരെ കൗതുകകരമായ വിവരങ്ങളാണ്, കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? മായ, തീർച്ചയായും ചരിത്രം കുറിച്ചുകൊണ്ട് ആർട്ടിമിസ് 2 ദൗത്യം വിജയകരമായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. സൂചിപ്പിച്ചതുപോലെ 54 വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രന്റെ മറുപുറം കണ്ട് മനുഷ്യനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത പല രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ പകർത്തിക്കൊണ്ടാണ് ഈ 4 സംഘം തിരിച്ചെത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവരെ ആ പേടകത്തിൽ നിന്ന് നാസ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കൃത്യസമയത്ത് തന്നെ 5:03 തന്നെ സർവീസ് മൊഡ്യൂളിൽ നിന്ന് ഇത് പേടകം വേർപെട്ടു. കൃത്യമായി 5:37 തന്നെ പേടകം ഈ പസഫിക് സമുദ്രത്തിൽ പതിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ നാവികരെ അവിടെ നിന്നും എയർലിഫ്റ്റ് ചെയ്ത് കപ്പലിലേക്ക് മാറ്റാനുള്ള ഒരു ദൗത്യമാണ്. അതിൽ ഈ പേടകം സമുദ്രത്തിൽ പതിച്ച ഉടനെ തന്നെ അതിനു വേണ്ട നടപടിക്രമങ്ങളൊക്കെ ആയിരുന്നു പുരോഗമിച്ചിരുന്നത്. അതിൽ കുറച്ച് കാലതാമസങ്ങളൊക്കെ വരികയും ചെയ്തിരുന്നു. ഈ ഇൻഫ്ലേറ്റബിൾ റാഫ്റ്റ് ഡിപ്ലോയ് ചെയ്യുന്നതിലാണ് കുറച്ച് താമസം നേരിട്ടത്. അത് നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ അത് സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷേ ഒരുപാട് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് അത് ഡിപ്ലോയ് ചെയ്ത് ആ നാവികരെ പുറത്ത് എത്തിച്ച് യാത്രികരെ പുറത്തെത്തിച്ച് അവിടെ നിന്ന് അവരെ എയർലിഫ്റ്റ് ചെയ്ത് കപ്പലിലേക്ക് മാറ്റും. ആ പേടകത്തിൽ നിന്ന് 4 യാത്രികരും പുറത്തെത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരെയായിട്ട് അതിലേക്ക് പുറത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവരെ US മാതാ കപ്പലിലേക്ക് മാറ്റും. അവിടെ അത്യാധുനികമായി സജ്ജീകരിച്ചിരിക്കുന്ന ലാബുകളൊക്കെയുണ്ട്. അവിടെ നിന്ന് ഇവരുടെ വൈദ്യപരിശോധനയൊക്കെ നടത്തും. നേരത്തെ തന്നെ ഈ പേടകത്തിലേക്ക് കയറി US നാവികസേനയുടെ ഒരു സംഘം അവരുടെ വൈദ്യപരിശോധനയൊക്കെ നടത്തിയിരുന്നു. കാരണം അവർ ബഹിരാകാശത്ത് ഇരുന്നതാണ്. അപ്പോൾ അവരുടെ ആരോഗ്യത്തിലും ശരീരത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവന് മറ്റ് അപകടങ്ങളോ ഒന്നും ഇല്ല എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം അവരെ ഓരോരുത്തരെയായി പുറത്തേക്ക് എത്തിക്കും. അതിനുശേഷമാണ് അവരെ എയർലിഫ്റ്റ് ചെയ്ത് കപ്പലിലേക്ക് മാറ്റുക. വലിയ സജ്ജീകരണങ്ങൾ തന്നെയാണ് അതിൽ ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് നാസയിലേക്കൊക്കെ അവരെ കൊണ്ടുപോവുക. ഇതിൽ 4 പേരാണ് ദൗത്യത്തിൽ പ്രധാനമായുള്ളത്. കമാൻഡർ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോക്ക്, ജെറമി ഹാൻസൺ കനേഡിയൻ നാവികനാണ്. ഇത്തരത്തിൽ വളരെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. നാസയിൽ നിന്നുള്ള അവരുടെ ആ സന്തോഷ പ്രകടനമൊക്കെ നമുക്ക് കാണാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്പ്ലാഷ് ഡൗൺ പൂർത്തിയായി ഏകദേശം 2 മണിക്കൂറിനകം അവരെ മാറ്റുമെന്നാണ് നാസ കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ അവരുടെ സുരക്ഷയ്ക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് വളരെ സമയമെടുത്ത് തന്നെ ഓരോരോ പ്രോസസ്സും കൃത്യമായി ചെയ്തുകൊണ്ടാണ് അവരെ ആ പേടകത്തിൽ നിന്ന് അവരെ പുറത്ത് ഇറക്കി അതിനുശേഷം അവരെ ഇനിയിപ്പോൾ എയർലിഫ്റ്റ് ചെയ്ത് കപ്പലിലേക്ക് മാറ്റാൻ പോകുന്നത്. നേരത്തെ ഒരു ചെറിയൊരു ഈ പേടകം താഴെ ഇറങ്ങിയപ്പോൾ ഒരു ചെറിയൊരു ആശയവിനിമയത്തിൽ ചെറിയൊരു സാങ്കേതിക പിഴവ്, അതൊരു 15 മിനിറ്റോളം ആ ഒരു സാങ്കേതിക പിഴവ് ഉണ്ടായിരുന്നു. പിന്നീട് അത് ശരിയാക്കിയതിന് ശേഷം പിന്നെ ഈ പേടകത്തെ സ്റ്റേബിൾ ആക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കുറേ നേരമായി കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ US നാവികസേന കൂടി ഈ ദൗത്യത്തിൽ പങ്കാളികളാവുന്നുണ്ട്. ആദ്യമായിട്ടാണ് US നാവികസേന ഇത്തരത്തിലൊരു സ്പേസ് ദൗത്യത്തിൽ പങ്കാളിയാവുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ തന്നെ റിക്കവറി ടീമൊക്കെയാണ് അവിടെ എത്തി അവരെ ഓരോരുത്തരെയും ആ പുറത്ത് എത്തിക്കുന്നത്. ഈ പുറത്തെത്തിക്കാനുള്ള ആ ഡൈവർമാർ അവർക്കും കൃത്യമായ പരിശീലനം ഉണ്ടായിരുന്നു. എത്രയോ വർഷങ്ങളായി അവരും ഈ പരിശീലനത്തിലായിരുന്നു. അവരുടെ ആ പരിശീലനത്തിൻ്റെ ഒരു അന്ത്യവും അവരുടെ ഒരു ശുഭപര്യവസാനവും ഇന്നാണ് ഉണ്ടായത് എന്ന് കൂടി നമുക്ക് പറയാം. അത്രയും ശ്രമകരമായ ഒരു
ദൗത്യമാണ് ഈ സംഘാംഗങ്ങളൊക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. എത്രയോ വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെയൊക്കെ ഒരു അന്തിമ ഫലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ പേടകം വലിച്ചു കെട്ടി കപ്പലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ ഇത്തവണ ആ രീതിയിലല്ല ചെയ്യുന്നത്. പേടകത്തിന്റെ ഹാച്ച് തുറന്ന് ഓരോരുത്തരെയായി പുറത്തേക്ക് എത്തിച്ച് ഹെലികോപ്റ്റർ വഴിയാണ് USS ജോൺ പി മാർത്ത കപ്പൽ അതിലേക്ക് മാറ്റുന്നത്. നമുക്കറിയാം, ഭൂമിയിൽ നിന്ന് ഏകദേശം 4,171 കിലോമീറ്റർ അകലെ വരെ സഞ്ചരിച്ച് നേരത്തെ അപ്പോളോ ഒരു റെക്കോർഡ് ഇട്ടിരുന്നു. ആ റെക്കോർഡാണ് ഇപ്പോൾ ഈ 4-അംഗ ദൗത്യ സംഘം തകർത്തിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് 4,6771 കിലോമീറ്റർ അകലെ വരെ ഈ പേടകം എത്തിയെന്നാണ്. ഇനിയിപ്പോൾ ഇതാണ്, ഈ ഒരു ദൂരമാണ് മനുഷ്യൻ ഭൂമിയിൽ നിന്ന് സഞ്ചരിച്ച ഒരു പരമാവധി ദൂരം എന്ന് പറയുന്നത്. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത രീതിയിലുള്ള ചന്ദ്രോപരിതലത്തിലുള്ള ഗർത്തങ്ങളും ലാവകളും ഉൾപ്പെടെയുള്ളവ ഇവർ അവരുടെ ക്യാമറയിൽ അത്യാധുനികമായി സജ്ജീകരിച്ച ആ ക്യാമറയിൽ ഉൾപ്പെടെ പകർത്തിയതിന് ശേഷമാണ് ഇവരുടെ ആ ഒരു തിരിച്ചു വരവ് എന്നുള്ളത്. ഭൂമിയിൽ നിന്നുള്ള ഉദയാസ്തമയങ്ങളും ഒപ്പം ഒരു സൂര്യഗ്രഹണവും ഉൾപ്പെടെ ഇവർ കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ വരാനിരിക്കുന്ന ദൗത്യങ്ങൾക്ക്, ചാന്ദ്ര ദൗത്യങ്ങൾക്ക് വലിയ പ്രചോദനവും ആത്മവിശ്വാസവും ഒക്കെ നൽകുന്നതാണ് ഇപ്പോൾ ഈ ആർട്ടിമിസ് 2-ന്റെ ഒരു വിജയം എന്ന് പറയുന്നത് തന്നെ. അമേരിക്കയുടെ കൂടി ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ചൈന ഈ ഒരു ചന്ദ്രനിലേക്ക് ആളുകളെ അയക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്ക അയക്കുക എന്നുള്ള വലിയൊരു വെല്ലുവിളി ഏറ്റെടുത്ത് അത് വിജയകരമായി പൂർത്തിയാക്കി. അമേരിക്കയുടെ കൂടി ഒരു ചരിത്ര നിമിഷം തന്നെയാണ്, അവരുടെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. അത് വിജയകരമായി പൂർത്തിയാക്കി എന്ന് പറയാം. ഇനിയിപ്പോൾ ആർട്ടിമിസ് 3, ആർട്ടിമിസ് 4 എന്നീ ദൗത്യങ്ങൾക്ക് വലിയൊരു പ്രചോദനവും സപ്പോർട്ട് കൂടി നൽകുന്നതാണ്. കാരണം ഇവർ ആ ചന്ദ്രോപരിതലത്തിൽ ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ. അതിന് വരാനിരിക്കുന്ന പ്രൊജക്റ്റുകൾക്കൊക്കെ വലിയ മുതൽക്കൂട്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള അവർ അവിടെ കണ്ടെത്തിയതുമായുള്ള ചിത്രങ്ങളും ഒപ്പം സ്റ്റഡികളും ഒക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും ദിവസങ്ങളിലും ഒക്കെ പുറത്തു വരും. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ സാധിക്കും അവരെ പുറത്തെത്തിക്കുന്നതിനുള്ള ആ ഒരു ദൗത്യമാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 54 വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രന്റെ മറുപുറം കണ്ട് നിരീക്ഷണം നടത്തി ദൗത്യസംഘം തിരിച്ച് എത്തിയിരിക്കുകയാണ്. ഓറിയോൺ പേടകം 5:03 സർവീസ് മൊഡ്യൂളിൽ നിന്ന് വേർപെട്ട് 5:37 കൃത്യമായി ഇറക്കാൻ ആയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മായ. ചരിത്രം കുറിച്ചിരിക്കുകയാണ് ആർട്ടിമിസ് 2. 10 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി ദൗത്യസംഘം മടങ്ങിയെത്തിയിരിക്കുന്നു. പുലർച്ചെ 5:37 സാന്റിയാഗോ തീരത്തോട് ചേർന്ന ശാന്തസമുദ്രത്തിൽ ഓറിയോൺ പേടകം പതിച്ച് വിജയകരമായി സ്മാഷ് ഡൗൺ പൂർത്തിയാക്കുകയായിരുന്നു. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിച്ച മനുഷ്യരാണ് ഈ ദൗത്യത്തിലെ 4 പേർ. സ്പ്ലാഷ് ഡൗൺ പൂർത്തിയാക്കി 2 മണിക്കൂറിനകം മാറ്റുകയും ചെയ്യുന്നു നാസ. പക്ഷേ അതിനുശേഷം പേടകത്തിൽ ആശയവിനിമയത്തിൽ ചെറിയ സാങ്കേതിക പിഴവ് സംഭവിച്ചു. പിന്നീട് അത് ശരിയാക്കുകയായിരുന്നു. ആ വിവരങ്ങളാണ് മായ നൽകിക്കൊണ്ടിരുന്നത്.